ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പുകൾ. ഇന്ത്യ മഹാരാജ്യം 2024 ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നന്മയുടെ രാഷ്ട്രീയം, സത്യസന്ധതയുടെ രാഷ്ട്രീയം, അതുപോലെ തന്നെ വികസനത്തിൻ്റെ രാഷ്ട്രീയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഉള്ള ശ്രമങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തേണ്ടത്. പകരം എതിരാളിയെക്കുറിച്ച് അപവാദം പറഞ്ഞ്, നീചമായ കള്ളത്തരങ്ങൾ പറഞ്ഞ് ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. ഇക്കാലത്ത് ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. സൈബർ ആക്രമണത്തിലൂടെ തളർത്താൻ വലിയ ശ്രമം നടക്കുകയാണ്. വാക്കുകൾ ഉപയോഗിച്ച് കെ ശൈലജയ്ക്കെതിരെ വലിയ തോതിലുള്ള ആക്രമണമാണ് സൈബർ മേഖലയിൽ നടക്കുന്നത്. നമുക്കൊരുപക്ഷെ വായിക്കാൻ പോലും തോന്നാത്ത, അല്ലെങ്കിൽ അത്രമാത്രം മോശപ്പെട്ട രീതിയിലാണ് കെ ശൈലജയ്ക്കെതിരായിട്ടുള്ള ആക്രമണം നടക്കുന്നത്. ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് ഈ രീതിയിൽ മോശപ്പെട്ട തലത്തിലുള്ള ഒരു പ്രചരണം കെ ശൈലജ ടീച്ചർക്കെതിരെ ആരംഭിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രയോഗങ്ങളാണ് പല പോസ്റ്റുകളിലും നടത്തുന്നത്. കോൺഗ്രസിൻ്റെ സൈബർ വിങ് നേതൃത്വം നൽകിയാണ് ശൈലജ ടീച്ചർക്കെതിരായ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഘടകം. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയാണ് ഇക്കാര്യത്തിൽ ഇവർക്ക് ലഭിക്കുന്നത്, സൈബർ വിങ്ങിന് ലഭിക്കുന്നത്. ഇവർ ഈ കൊറോണ കള്ളി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ശൈലജ ടീച്ചർക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് നിരവധി അംഗീകാരങ്ങളാണ് തേടിയെത്തിയത്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ ബന്ധപ്പെട്ട ഭരണാധികാരികൾ പകച്ചു നിന്നപ്പോൾ ഈ കേരളത്തിൽ ജനസാന്ദ്രത, ഇന്ത്യയുടെ ജനസാന്ദ്രതയുടെ ഇരട്ടിയിലധികമുള്ള കേരളത്തിൽ മുന്നിട്ടിറങ്ങി അതിനെ നേരിട്ട ആരോഗ്യ മന്ത്രിയാണ് കെ ശൈലജ. ശൈലജ ടീച്ചർ അഴിമതി നടത്തിയെന്ന് പറയുന്നവർ പല ഭാഗങ്ങളിൽ പല കേസുകൾ കൊടുത്തു. ഒരെണ്ണം പോലും ഒരു കോടതിയും തിരിഞ്ഞു നോക്കിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഒരന്വേഷണവും ടീച്ചർക്കെതിരെ ഉണ്ടായിട്ടില്ല. കാരണം ടീച്ചർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, നിയമത്തിന് വിധേയമായി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അക്കാലത്ത് എന്തായിരുന്നോ ആരോഗ്യ മേഖലയിൽ നടപ്പാക്കാൻ ലഭിച്ചിട്ടുള്ള നിർദ്ദേശം, അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് കെ ശൈലജ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരു അന്വേഷണവും ഒരാൾക്കും നടത്താൻ കഴിയില്ല. അതുതന്നെയാണ് ജനങ്ങളിലുള്ള അവരുടെ ആത്മവിശ്വാസം, ജനങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള വിശ്വാസവും. ദി ഗാർഡിയൻ കൊറോണ സ്ലെയർ എന്ന് വിശേഷിപ്പിച്ച് ഫിനാൻഷ്യൽ ടൈംസിൻ്റെ 2020 ഏറ്റവും സ്വാധീനമുള്ള 12 സ്ത്രീകളിൽ ഒരാളായാണ് ടീച്ചറെ തിരഞ്ഞെടുത്തത്. UN പബ്ലിക് സർവീസ് ഡേയിൽ പാനലിസ്റ്റായി ടീച്ചർക്ക് ക്ഷണം ലഭിച്ചു. മികച്ച ചിന്തകയായി നാമകരണം ചെയ്ത് UK പ്രോസ്പെക്ട് മാഗസിൻ 2021 CEU സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഓപ്പൺ സൊസൈറ്റി പ്രൈസ് ഏഷ്യൻ വനിതാ കൊറോണ പോരാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇത് മാത്രവുമല്ല, BBC വോഗ് വാരിയറായി തിരഞ്ഞെടുത്തു വോഗ് മാഗസിൻ. അങ്ങനെ നിരവധി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി അംഗീകാരങ്ങളാണ് ശൈലജ ടീച്ചറെ തേടിയെത്തത്. വെറുതെ വന്നതല്ല. കൃത്യമായി ഓരോ സ്ഥാപനങ്ങളും ശൈലജ ടീച്ചർ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ രീതിയിലുള്ള അംഗീകാരത്തിന് അർഹമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. താൻ പ്രവർത്തിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് ടീച്ചർ വളരെ വ്യക്തമായി പറയുന്നു. പ്രാധാന്യം നൽകിയത് ജനങ്ങളുടെ ജീവനാണ്. കാരണം കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരിയെ അതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഓരോ മനുഷ്യനും വീട്ടിന് വെളിയിൽ പോലും ഇറങ്ങാതെ ഇരുന്ന ഒരു കാലഘട്ടം, ഒരു മാസ്കിന് 100-150 രൂപ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടം. ആ ദിനങ്ങളിൽ ധൈര്യപൂർവ്വം ഇറങ്ങി നിന്ന് PPE കിറ്റ് വാങ്ങാൻ നിർദ്ദേശം കൊടുത്ത് 50,000 PPE കിറ്റിന് ഓർഡർ കൊടുത്തപ്പോൾ 15,000 മാത്രമാണ് ലഭിച്ചതെന്നും പറയുമ്പോൾ തന്നെ അതിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. ആ ഒരു കാലഘട്ടത്തിൽ സ്വന്തം വീട്ടുകാരും ബന്ധുക്കൾ പോലും പരസ്പരം ഓരോരോ മുറികളിൽ കഥകളച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇറങ്ങി നിന്ന് ജനങ്ങളുടെ ജീവന് വേണ്ടി പൊരുതിയ വ്യക്തിയാണ് കെ ശൈലജ.
അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, ജനങ്ങളുടെ ജീവന് വേണ്ടിയാണ് താൻ പ്രവർത്തിച്ചത്, നിയമപ്രകാരം ചെയ്യേണ്ടത് മാത്രം ചെയ്തിട്ടുണ്ട്. ഈ തനിക്കെതിരെയുള്ള ആക്ഷേപത്തിന് ജനങ്ങൾ മറുപടി പറയും എന്നുള്ളതാണ് ടീച്ചർ ഇക്കാര്യത്തിൽ പറയുന്നത്. ഒരു അന്വേഷണവും തനിക്കെതിരെ വന്നിട്ടില്ല, കാരണം താൻ സത്യസന്ധമായി മാത്രമാണ് പ്രവർത്തിച്ചത്.